സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. മാങ്ങ മധുരമുണ്ടായാലും നല്ല സ്വാദാണ്. ഇനി വേണ്ട സാധനങ്ങൾ പറയാം. ഒരു നുള്ളി ജീരകം, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മുറി തേങ്ങ ചിരവി വെച്ചത്, മാങ്ങയില്ലാത്ത കാലത്ത് ഇങ്ങനെ മാങ്ങയുടെ കറി ഉണ്ടാക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറേ കാലം മാങ്ങ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ കറി ഉണ്ടാക്കാം. എനിക്ക് പഴുത്ത മാങ്ങയുടെ കറി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഇനി മാങ്ങ എങ്ങനെയാണ് പൊളിക്കേണ്ടത് എന്ന് നോക്കാം. അതിൻ്റെ തൊലി മുകൾ ഭാഗം ചെത്തി ഇങ്ങനെ വലിച്ചു കളഞ്ഞാൽ മതി. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഇങ്ങനെ എല്ലാം വലിച്ചെടുക്കാൻ സുഖമാണ്. ഇങ്ങനെ എല്ലാ മാങ്ങയുടെയും തൊലി വലിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ കറി ഉണ്ടാക്കാൻ നല്ലതുപോലെ പഴുത്ത മാങ്ങ തന്നെയാണ് നല്ലത്. മാങ്ങ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് 2 മാങ്ങ മുറിച്ചും വയ്ക്കാം. ഇനി 1/2 കപ്പ് മോരും വേണം. അധികം പുളിയില്ലാത്ത മോരാണ് നല്ലത്. ഞാൻ 1/2 കപ്പ് മോരാണ് എടുത്തത്. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച 1 നുള്ളി ജീരകവും 2 പച്ചമുളകും ഇട്ട് വേണം അരച്ചെടുക്കാൻ. ഇങ്ങനെ നല്ലതുപോലെ അരച്ചെടുക്കണം. പൊളിച്ച മാങ്ങയെല്ലാം ചട്ടിയിലിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ചെത്തുന്നതിനേക്കാൾ കാണാൻ ഭംഗി തോല് വലിച്ചു കളയുന്നതാണ്.
നേരത്തെ മുറിച്ച് മാറ്റിവെച്ച മാങ്ങയും തോല് പൊളിച്ച മാങ്ങയും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അധികം വെള്ളം വയ്ക്കരുത്. പിന്നെ അത് വറ്റിക്കാൻ കഷ്ടപ്പാടും കറിയുടെ സ്വാദും നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. അതിൽ ജീരകം ഉള്ളതാണ്. ഇനി ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. മോര് ഇല്ലെങ്കിലും തൈര് ഉടച്ച് ഒഴിച്ചാലും മതി. ഇതിനെ ചില സ്ഥലങ്ങളിൽ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാറുണ്ട്. ഈ കറിയുടെ മധുരം ഒരു സ്വാദ് തന്നെ ആണ്. ഇനി ഇതിലേക്ക് 2 നുള്ളി ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ചക്കര ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1 കപ്പ് മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമേ മോരൊഴിക്കാവൂ. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. ആദ്യം പശുവിൻ നെയ്യിൽ 1 നുള്ളി ഉലുവ വറുത്ത് പൊടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമതായി കുറച്ചുകൂടി പശുവിൻ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 നുള്ളി കടുകിട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കറി തയ്യാറായി. നിങ്ങളും ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.